ജയപരാജയം എന്ന് പറയുന്നത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇടതുപക്ഷത്തിൻ്റെ അവരുടേതായ കേഡർ വോട്ടുകൾ അവിടെയുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് എത്ര വോട്ടുകൾ പിടിക്കും, ഇടതുപക്ഷം പറയുന്നത് അവരുടെ ഭാഗത്ത് വോട്ട് പിടിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, ഒരു കാര്യത്തിൽ ഉറപ്പാണ്, UDFൻ്റെ ഭാഗത്തു നിന്ന് വോട്ട് പിടിക്കും എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ വോട്ട് ചിഹ്നിക്കാൻ വേണ്ടിയിട്ട് എന്താണ് PV അൻവറിന് കഴിയുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ ആ ജനങ്ങളെ, അത്രയധികം ജനങ്ങളെ ഈ പെരുമഴയത്ത് നിലമ്പൂർ ടൗണിൽ കൂട്ടാൻ കഴിയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് ഞാൻ തോന്നുന്നില്ല. കാരണം അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ദിവസം ഉണ്ടല്ലോ, പ്രഖ്യാപിക്കുന്ന ദിവസവും പിറ്റേ ദിവസം നമ്മൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ദിവസവും കണ്ടല്ലോ, അന്നുണ്ടായിരുന്നതിൻ്റെ ഒരു 10ഓ 20ഓ മടങ്ങ് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റി. അന്നെന്ന് പറയുന്നത് അന്ന് നമുക്കൊരു ഇദ്ദേഹം എന്താണ് ഒരു വലിയൊരു, അതുകൊണ്ട് അന്നത്തെ എന്താ പ്രകടന പത്രിക കൊടുക്കാൻ പോകുന്ന സമയത്ത് കണ്ടിട്ടാണ് ആൾക്കാർ പറയുന്നത് ഇത് അതിൽ കൂടുതൽ വോട്ട് പിടിക്കില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. പക്ഷേ റോഡ് ഷോ നടത്തി എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ്, ഗ്രാസ് റൂട്ടിൽ വലിയ വർക്കുകൾ നടന്നിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, അവർ പ്രധാനപ്പെട്ട ഏരിയകളാണ്. അപ്പോൾ അതുമാത്രമല്ല, 227ഓളം വരുന്ന ബൂത്തുകളിൽ ബൂത്ത് കമ്മിറ്റി ആയി എന്നാണ് പറയുന്നത് അൻവറിന്. 227 ബൂത്ത് കമ്മിറ്റി ആകുക എന്ന് പറയുന്ന ചെറിയ കാര്യമായിട്ട്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല എന്നുള്ള. അപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും UDFനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ആർക്ക് ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഒരു പാർട്ടിക്കും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കാര്യം ഞാൻ പറയുന്നത്. സാധാരണ അണികളോട് ചോദിച്ചാൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. നമ്മളോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഏത് രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.